ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 30, പേജ് നമ്പർ 698. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനമകർത്താരം സ പശ്യതി. പദാനുപദം. കർമാണി കർമ്മങ്ങൾ, സർവശഃ ച സർവപ്രകാരത്തിലും, പ്രകൃത്യാ ഏവ പ്രകൃതിയാൽ തന്നെ, ക്രിയമാണാനി ചെയ്യപ്പെടുന്നെന്നും, തഥാ അപ്രകാരം, ആത്മാനം ആത്മാവിനെ, അകർത്താരം അകർത്താവെന്നും, യഹ യാതൊരുവൻ, പശ്യതി ദർശിക്കുന്നുവോ, സഹ അവൻ, പശ്യതി ദർശിക്കുന്നു. വിവർത്തനം. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ഭാവാർത്ഥം. പരമാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൗതിക പ്രകൃതി നിർമ്മിച്ചതാണ് ശരീരം. അതിനെ സംബന്ധിച്ച പ്രവർത്തനങ്ങളൊന്നും ആരുടെയും വരുതിയിലല്ലതാനും. ഒരാൾ ചെയ്യുന്നതെന്തും അത് സുഖത്തിനായാലും ദുഃഖത്തിനായാലും ശരി, ചെയ്യാൻ ശരീരഘടന അയാളെ നിർബന്ധിക്കുകയാണ്. ആത്മാവാകട്ടെ ഈ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതനത്രേ. മുൻ ജന്മങ്ങളിലെല്ലാമുള്ള ആഗ്രഹങ്ങളെ മുൻനിർത്തി ലഭിച്ചതാണ് ഈ ശരീരം. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശരീരം നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ആ ശരീരം കൊണ്ട് തദനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രായോഗികമായി ആഗ്രഹനിവൃത്തിക്കുതകുന്ന വിധം പരമപുരുഷൻ ആസൂത്രണം ചെയ്ത ഒരു യന്ത്രമാണ് ശരീരം. ആഗ്രഹങ്ങൾ കാരണമാണ് ദുഃഖിക്കാനോ സുഖിക്കാനോ ഇടവരുന്നത്. മനുഷ്യന് ദുർഘടസ്ഥിതികളെ നേരിടേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെ. ജീവസത്തയെക്കുറിച്ച് ഇങ്ങനെ ഒരാധ്യാത്മിക ദർശനം വളർത്തിയെടുക്കുന്നവർ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിസ്സംഗരായി തീരും. ആ വിധമൊരു കാഴ്ചപ്പാടുള്ളവൻ യഥാർത്ഥമായി കാണുന്നു. ഹരേ കൃഷ്ണ.